എയർ ഇന്ത്യക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസാണ് വിമാനം വൈകിയതിന് വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനം 24 മണിക്കൂറോളം നേരം വൈകിയിരുന്നു. ഈ കാരണത്താലാണ് ഇപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതും. ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് എയർ ഇന്ത്യക്ക് സമാനമായ കേസിൽ ഷോക്കോസ് നോട്ടീസ് അഥവാ കാരണം കാണിക്കൽ നോട്ടീസ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഈ ഡൽഹി സാൻ ഫ്രാൻസിസ്കോ വിമാനം ഒരു ദിവസത്തെ വൈകൽ എന്നത് മാത്രമല്ല, യാത്രക്കാർക്ക് പലർക്കും ഇത് കാര്യമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കി. ചിലർ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എസ് നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നന്ദൻ, വിശദാംശങ്ങൾ. അനു, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്തേണ്ട A183, അതേപോലെ തന്നെ ഇതേ വിമാനം തന്നെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് മുംബൈയിൽ നിന്നും ആളിനെ എടുത്തുകൊണ്ടാണ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പുറപ്പെടേണ്ട A179 എന്നീ രണ്ട് സർവീസുകളാണ് 24 മണിക്കൂറിലധികം വൈകിയിരുന്നത്. ഇത് വൈകി എന്നതിലുപരി യാത്രക്കാർക്ക് മറ്റ് സൗകര്യങ്ങൾ, അതിന് ബദൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ എയർ ഇന്ത്യക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇതിൽ യാത്ര ചെയ്യേണ്ട ചില ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം അവർക്ക് യഥാസമയം യുഎസിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതടക്കം വലിയ പ്രശ്നങ്ങൾ ഇതിന്മേൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് DGCAക്ക് ഇതിന്മേൽ പരാതി ലഭിക്കുന്നതും ഇപ്പോൾ DGCA എയർ ഇന്ത്യ വൃത്തങ്ങളോട് ഇതിന്മേൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതും. ഇതിൽ എയർ ഇന്ത്യ ഇനി നൽകുന്ന വിശദീകരണമായിരിക്കും ഏറ്റവും പ്രധാനം. ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൈറ്റിനുള്ള കേടുപാടുകളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്നുള്ളതാണ് ഇനി എയർ ഇന്ത്യ വ്യക്തമാക്കേണ്ടത്. അതേസമയം സാധാരണഗതിയിൽ ഏവിയേഷൻ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെ വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് മറ്റ് ബദൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഈ വിമാന കമ്പനിയുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നതിൽ എയർ ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അനു.